എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകണം. അതാണ് അതിന്റെ ഒരു പ്രധാന കാര്യം. അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലാവസ്ഥ പ്രതീക്ഷിക്കലോ ഒന്നും അല്ല ജീവിതം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഉണ്ടാകും, എങ്കിലും ഞാൻ സുബോധവാനായിരിക്കണം. അതവിടെയാണ്. കാലാവസ്ഥ അനുകൂലമായാലും പ്രതികൂലമായാലും എനിക്ക് ഈ വൈകാരികമായ സുബോധവാന്മാരാവുക എന്നുള്ളതല്ല, വൈകാരികമായിട്ട് എനിക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റണം എന്നുള്ളതാണ്. എന്താ പറയാ, അല്ലെങ്കിൽ ഞാൻ സ്വയം സംതൃപ്തനാകും എന്ന് നമ്മോട് പറഞ്ഞ ആ ഒരു വാചകം. കാരണം എന്താ വെച്ചാല് ഈ ആത്മീയ പദ്ധതിയുടെ ശക്തി കുറച്ചുകൊണ്ട് നമുക്ക് നിൽക്കാൻ വലിയ പ്രയാസമാണ്. അപ്പം അതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം, ആത്മീയ പ്രത്യക്ഷ പ്രമാണം എന്ന് നമ്മൾ പറയാൻ കാരണം അതുകൊണ്ടാണ്. കാരണം ഒരുപാട് പുതിയ ആളുകളൊക്കെ ഉണ്ടാവും നമ്മളെ കൂട്ടായ്മയില്. ഞാനും ഒരു ദിവസം പുതിയ ആളായിട്ട് ഇതിൽ വന്ന ഒരാളാണ്. അപ്പൊ ഇന്നിപ്പോ കുറച്ചു കാലമായിട്ട് ഈ കൂട്ടായ്മയിലൂടെ പോകുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. അതിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പ്രശ്നങ്ങളൊക്കെ നിരവധിയുണ്ട്, പല തരത്തിലുണ്ട്, പല രീതിയിലും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ സുബോധാവസ്ഥയെ ഒരു തരത്തിലും അത് ബാധിക്കാൻ പാടില്ല എന്ന ഒരു തീരുമാനം, അതൊരു ഒരു ഒരു ആ ഒരു ദൃഢനിശ്ചയം എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് വെറുതെ അങ്ങ് എടുത്തതല്ല. തുടക്കകാലത്തൊക്കെ അങ്ങനെ ഒരു തീരുമാനമായിട്ടൊക്കെ മനസ്സിലാക്കിയെങ്കിലും പിന്നീട് പോകെ 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 അത് പൂവ് കൊഴിഞ്ഞ് ഒരു കായ് ഉണ്ടാകുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രതിഭാസമാണ്. അതാണ് അതിനെ പറയാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം ദിസ് ഈസ് നോട്ട് എ സിംഗിൾ നൈറ്റ് മാറ്റർ എന്ന് പറയും. ഇത് ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇതിങ്ങനെ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, പ്രക്രിയയാണ്. അതായത് ഈ എന്താ പറയാ, എക്സലൻസ് ഇറ്റ്സ് നോട്ട് എൻ ആക്സിഡന്റ് എന്ന് പറയും. അതൊരു ഒരു ആക്സിഡന്റ് പോലെ സംഭവിക്കുന്നതല്ല എക്സലൻസ്. അത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അത് നിരന്തരമായ തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയുടെ ഒരു പര്യവസാനമാണ് നമ്മളുടെ ഈ എക്സലൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു മനോഹാരിത. അപ്പം അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിനെന്ത് വേണം എന്ന് ചോദിച്ചാല് നമ്മളുടെ മുമ്പിൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. മദ്യപാനം നിർത്തണം എന്ന ആഗ്രഹം മാത്രം മതി ആൽക്കഹോളിക് അനോണിമസിൽ ചേരാൻ വേണ്ട ഒരേ ഒരു യോഗ്യത. ശരിയാണ്, അതാണ് നമുക്ക് വേണ്ടത്. അതില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും എഴുതാതെ എത്ര പൂജ്യം എഴുതിയാലും പൂജ്യത്തിന് വിലയുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും പരമപ്രധാനമായ തീരുമാനം അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന്, അതായത് ഹോണസ്റ്റ് ഡിസയർ എന്ന് പറയാം, മനസ്സിന്റെ അഗാധ തലങ്ങളിൽ നിന്ന് നമുക്കത് ഉയർന്നു വരേണ്ട ഒരു പ്രഖ്യാപനമാണ് അത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരാള്, നമ്മളുടെ ചോദ്യത്തിന്റെ ഉത്തരം തന്നെ അവിടെ ആയി. കാരണം എന്തുകൊണ്ട് എനിക്ക് പലപ്പോഴും വീഴ്ച സംഭവിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് കുടി നിർത്തണം എന്നുള്ള ആഗ്രഹം വരുന്നില്ല എന്നൊക്കെ പലരും പല സമയത്തൊക്കെ നമ്മളോട് ചോദിക്കുമ്പോഴൊക്കെ നമ്മളുടെ ഉള്ളിൽ അവരോട് പറയാതെ തോന്നുന്ന ഒരു മറുപടി ഇത്രയേ ഉള്ളൂ: അതിന് അതിശക്തമായ ഒരു ആഗ്രഹം നമ്മളുടെ ഉള്ളിൽ നിന്ന് വരണം. മറ്റൊരാളുടെ പ്രേരണയാലല്ല, സ്വയം നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരു വല്ലാത്തൊരു കരച്ചില് പോലെ. അതൊരു രോദനമാണ്. അതൊരു വല്ലാത്തൊരു കുട്ടി അമ്മയെ കാണാതെ കിടന്ന് കരയുന്ന ആ കരച്ചിലും, അമ്മ വന്ന് കുട്ടിയെ എടുക്കുമ്പോൾ കിട്ടുന്ന, കുട്ടിയുടെ ഒരു സ്വാന്തനിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസവും പോലെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രതിഭാസമാണത്. അപ്പം അത്തരത്തിലുള്ള ഒരു കരച്ചില് നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുമില്ല. പിന്നെ അവിടെ ഉത്തരം വന്നേ മതിയാകൂ, പരിഹാരം അവിടെ സംഭവിച്ചേ മതിയാകൂ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ദൈവം ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ആത്മീയത, അതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അത്തരത്തിലൊരു തീരുമാനം പുറത്തേക്കൊരു പ്രഖ്യാപനം പോലെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിനൊരു അതീവ ഘോരമായ ഒരു പ്രകമ്പനം സൃഷ്ടിക്കാൻ അതിന് കഴിയും. പൈലോ കൊയിലൊക്കെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ അതിനുവേണ്ടി പരിപൂർണമായ നിങ്ങളുടെ മനസ്സും ഹൃദയവും സകല ഇന്ദ്രിയങ്ങളും അതിനുവേണ്ടി നിങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ സൂര്യചന്ദ്രന്മാർ ഉൾപ്പെടെയുള്ള ഈ സമസ്ത മേഖലകളും ഈ ലോകം മുഴുവനും നിങ്ങളുടെ മുകളിൽ പ്രകാശം പരത്തുന്ന. അപ്പം അത് ഒരിക്കലും അനുഭവിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് അത് ഇത്രയും നീട്ടി വലിച്ച് ഞാൻ അതിങ്ങനെ വിശദീകരിക്കാൻ ഞാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. കാരണം അത്രമാത്രം മരിച്ചു പോകും, അല്ലെങ്കിൽ മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുകയും മരിക്കാൻ കഴിയുന്നില്ല, ചാവുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു വല്ലാത്ത ഗതികേടിന്റെ അവസ്ഥയിൽ പെട്ടപ്പോൾ
ഒരു വല്ലാത്തൊരു കരച്ചിൽ ഞാൻ കരഞ്ഞു എന്നുള്ളതാണ്. ആ കരച്ചിലിന്റെ ഒരു ഒരു റിസൾട്ടാണ് ഞാനും നിങ്ങളും ഇപ്പൊ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പം ആ ഒരു അതിനുശേഷം ഘട്ടം ഘട്ടമായ പല പ്രശ്നങ്ങളും എന്റെ ജീവിതത്തിൽ ഇന്നുണ്ട്. ഞാനിപ്പോ ലൈനിലൊക്കെ പോയി വരികയാണ്. ഒരുപാട് പേയ്മെന്റും പ്രശ്നങ്ങളും കച്ചവടത്തിന്റെ ഇല്ലായ്മയും വല്ലായ്മയും പോരായ്മയും എല്ലാം ഉണ്ട്. അവിടെയൊക്കെ ചിലപ്പോഴൊക്കെ ഞാൻ ശ്രമിക്കും. കുറെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞ് പരാജയപ്പെടുമ്പോ അല്ലെങ്കിൽ ഞാൻ അവിടെ പ്രാർത്ഥിക്കും. എനിക്ക് ആ പ്രാർത്ഥന ഞാൻ കൈവിടൂല. കാരണം എന്താ, എനിക്ക് അത് വലിയൊരു ആശ്വാസം തരുന്നു എന്നുള്ളത് കൊണ്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നാളെ നേരം വെളുക്കുന്നത് വരെ എനിക്ക് ഈ ഭൂമിയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റും. ആ ഒരു പ്രാർത്ഥന എനിക്ക് തരുന്ന ശക്തി അതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്രമീകരണം അല്ലെങ്കിൽ ഒരു നിയന്ത്രണം എന്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കപ്പെടുന്നു. അതാണ് ഇതിന്റെ ഒരു കാര്യം. അപ്പം നിർത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ എയിൽ വന്നു, ശരിയാണ്, കുഴപ്പമില്ല, എയിൽ എത്തിപ്പെട്ടു. ഏതൊക്കെയോ സമ്മർദ്ദം കൊണ്ട് ഞാൻ എയിൽ എത്തിപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇതിൽ വന്നപ്പം അറിഞ്ഞോ അറിയാതെയോ എനിക്ക് ഇഷ്ടപ്പെട്ടു, പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്കിന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന സംബഡി എൽസ് ആർക്ക് വേണമെങ്കിലാവും. അപ്പൊ അവര് ഇഷ്ടപ്പെടുന്നു. പക്ഷെ പ്രതിസന്ധി വീണ്ടും വരുന്ന എവിടെയാ, കുറച്ച് നാളുകൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു പിന്നോട്ട് വലി. ഉഫ്, എന്താന്ന് മനസ്സിലാവുന്നില്ല. വലിയൊരു കുളത്ത് കുടുങ്ങിയിട്ട് നമ്മൾ ബാക്കോട്ട് വലിക്കപ്പെടുക. മതി, ഇന്ന് പോണ്ട, അല്ലെങ്കിൽ നാളെ പോകാം, അല്ലെങ്കിൽ ഇപ്പൊ അവിടെ കാര്യങ്ങൾ എല്ലാത്തിനും ഒരു മങ്ങല് സംഭവിക്കുകയാണ്. തുടക്കത്തിലുള്ള ആവേശമൊക്കെ നഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തോന്നൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക, ആൽക്കഹോളിസം എന്ന് പറഞ്ഞ മഹാവിപത്ത് അല്ലെങ്കിൽ മാരകമായ രോഗം നമ്മളെ വീണ്ടും വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. ഒരു ക്യാൻസർ വൈറസ് പോലെ നമ്മളെ ശരീരത്തിൽ പല ഭാഗങ്ങളിൽ അത് ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റണം. അപ്പൊ വിജ്ഞാനികൾ ഇതെല്ലാം നേരത്തെ തിരിച്ചറിയുന്നു എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ വീണ്ടും നമ്മളുടെ മുമ്പിൽ ഒരു പ്രധാന ചോദ്യം ഉയരുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ആകെ അറിയുന്നത് മീറ്റിങ്ങിന് പോവുക, അവിടെ ഇരിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ അവിടെ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് പരിചിതമല്ലെങ്കിലും ഞാനത് കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് പോരാ. ഞാൻ എന്തോ ചില നടപടിക്രമങ്ങൾ, രോഗശമനത്തിന് നിർദ്ദേശിക്കപ്പെട്ട നടപടിക്രമങ്ങൾ ഞങ്ങൾ താഴെ വിവരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ബിഗ് ബുക്കിൽ 5-ാമത്തെ അധ്യായത്തിൽ കുറച്ച് നടപടിക്രമങ്ങൾ കൊടുക്കുന്നു. നമ്മൾ അതിനെ പടികൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഏതായാലും ഒരു സ്പോൺസറൊക്കെ കണ്ടെത്തി നമ്മളെ പടികളിലൂടെയൊക്കെ കടന്നു പോകാൻ നമ്മൾ തയ്യാറാകുമ്പോൾ പതിയെ 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 നമ്മളെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അത് നമ്മളെ ജീവിതത്തിന്റെ വലിയൊരു പ്രത്യാശയിലേക്ക് നമ്മളെ ഇങ്ങനെ മെല്ലെ 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 ഉയർത്തി 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 ഒരു പുതിയൊരു സന്തോഷവും സ്വാതന്ത്ര്യവും നാം അനുഭവിക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോഴാണ് നമുക്ക് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ നമ്മളിൽ ഉണ്ടാകാനുള്ള ഒരു തുടക്കം കുറിക്കുന്നത്. കാരണം ഒരു കാര്യം നമുക്കറിയാം, എല്ലാവർക്കും ഇത് സാധിക്കുന്നുണ്ട്, മറ്റു പലർക്കും ഇത് സാധിക്കുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു താരതമ്യം പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. അതിന് നമ്മൾ ഒരു കാര്യം മാത്രമേ ഉത്തരവുള്ളൂ. അവരൊക്കെ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ വിശ്രമിക്കുമ്പോഴും നമ്മൾ മടി പിടിച്ചിരിക്കുമ്പോഴൊക്കെ അവർ കഠിനാധ്വാനികളായിരുന്നു എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും വലിയ ഉത്തരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം അത്തരത്തിലുള്ള ഒരു കഠിനാധ്വാനത്തിന് നമ്മൾ തയ്യാറാകുമ്പോൾ പാതി വഴി ചെല്ലുമ്പോൾ നമ്മൾ അത്ഭുത പരതന്ത്രരാകും. അപ്പൊ അതില് നമ്മൾ ഈ ആത്മീയ പ്രത്യക്ഷ പ്രമാണം എന്ന് നമ്മളോട് പറയാനുള്ള കാരണം, ഇത് 100% ഇത് നമ്മളെ കുറിച്ച് ഉള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനപരമായ പരിഹാരം. നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്മളുടെ സ്വകാര്യമായ സന്തോഷങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എന്താ പറയാ, സ്വയം സംതൃപ്തനാകും എന്ന് നമ്മളോട് പറഞ്ഞു. കാരണം ആത്മീയ പദ്ധതിയുടെ പ്രവർത്തനങ്ങളുടെ ശക്തി കുറച്ചുകൊണ്ട് നമ്മളുടെ വിജയത്തിൽ ചാരി നിൽക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താ, വീട്ടിലേക്ക് ഇപ്പൊ പെട്ടെന്ന് കച്ചറയൊക്കെ ഉണ്ടാക്കി സന്തോഷമായി സ്നേഹമായി, ആ ശരി 1 കിലോ കോഴി വാങ്ങിക്കൊണ്ടുവരാം, മക്കൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുക, ശരി എല്ലാം കഴിഞ്ഞ് AC ഒക്കെ ഇട്ടൊന്ന് കിടന്നുറങ്ങി കഴിഞ്ഞാൽ എല്ലാവരുടെ പ്രശ്നവും തീർന്ന്. അങ്ങനെയുള്ള ഒരു ഉഡായിപ്പിലൂടെ, അതായത് ഒരു തരം കപടമായ സ്ട്രാറ്റജി, ഒരു സംവിധാനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്തായിരിക്കും? പിറ്റേ ദിവസം ഇത് പെട്ടെന്ന് ഈ ഐസ്ക്രീമിന്റെ തണുപ്പും സ്വാദൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത്
എന്താകും? അത് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ അത് പോകും. അപ്പൊ അങ്ങനെയല്ല. അതാണ് പറഞ്ഞത്. ഈ ഒരു പദ്ധതിയുടെ പ്രവർത്തനങ്ങളുടെ ശക്തി കുറച്ചുകൊണ്ട് ചാരി നിൽക്കുന്ന പരിപാടി എളുപ്പമാണ്. അങ്ങനെ ആയാൽ നമ്മൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും. അതാണ് നമുക്ക് ഇത്രയും. കാരണം എന്താ, മദ്യാസക്തന്റെ ഈ ഒരു മനസ്സും ശരീരവും അത്രമേൽ സൂത്രശാലിയായ ഒരു ശത്രുവാണത്. അപ്പൊ അവിടെ നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ ഉടനെ ടെലിഫോൺ തെറാപ്പി എന്ന് പറഞ്ഞ് നമ്മൾ ഒരാളെ അങ്ങ് വിളിച്ച്, ആ സുഹൃത്തെ എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ, ആ അയ്യോ ഒന്നും പറയണ്ട മോനെ, അതാണ് ഇതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നേരം നമ്മളുടെ കഥകളൊക്കെ പറഞ്ഞാൽ നമുക്ക് കുടിക്കാതിരിക്കാൻ പറ്റും. ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നമ്മളെ പ്രശ്നങ്ങളും ചിലപ്പോൾ തീരും. പക്ഷേ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു താൽക്കാലികമായ ഒരു ശമനം മാത്രമേ അവിടെ നടക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാവും. അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? തീർച്ചയായിട്ടും ഇവിടെ നമ്മളൊരു ആത്മപരിശോധനയ്ക്ക് നമ്മൾ തയ്യാറാകണം. എന്തുകൊണ്ടാണ്? അവിടെയാണ് ഒരു അഗ്നി പരീക്ഷ നമ്മളുടെ മുമ്പിൽ വരുന്നത്. കാരണം എന്താ? എല്ലാ ഈ ഒരു പുതിയൊരു ജീവിത രീതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, അല്ലേ? അപ്പം അവിടെ ഒരു അഗ്നി പരീക്ഷയ്ക്ക് നമ്മൾ വിധേയമാകുകയാണ്. സാധാരണഗതിയിൽ ഈ എല്ലാവരും പറയും ഇതൊരു പരീക്ഷണമാണ്. എന്ത് പരീക്ഷണം? എടോ വീട്ടിൽ പ്രശ്നങ്ങളായി, അസുഖങ്ങളായി, സാമ്പത്തിക പ്രശ്നങ്ങളായി. സാരമില്ലടോ, ഇതൊക്കെ ഒരു പരീക്ഷണങ്ങളാണ്, ദൈവത്തിന്റെ ഒരു പരീക്ഷണങ്ങളാണ്, ഇതെല്ലാം നിങ്ങൾ കടന്നു പോകും എന്നൊക്കെ പറയും നമ്മൾ സർവ്വസാധാരണമായിട്ട്. പക്ഷെ ഞാൻ അതിനെ ഒന്ന് തിരുത്തിക്കൊണ്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റിയ ഒരു കാര്യം, ഇത് പരീക്ഷണങ്ങളല്ല, ഇതൊരു പരീക്ഷയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ പരീക്ഷയുടെ പ്രത്യേകത എന്താ? ഈ പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ സ്കൂളിൽ ഇപ്പൊ കൊല്ല പരീക്ഷ, ആനുവൽ എക്സാം ഒക്കെ വരുമ്പം നമ്മൾ പാഠങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിരുത്തി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ചോദ്യ പേപ്പറിൽ വരുമ്പോൾ കൃത്യമായ ഉത്തരങ്ങൾ നമ്മൾക്ക് എഴുതാൻ കഴിയുന്നു. അതിനെയാണല്ലോ നമ്മൾ പരീക്ഷ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അതേപോലെ ആൽക്കഹോളിക് അനോണിമസിലൂടെ നമ്മൾ നിത്യജീവിതത്തിലൂടെ അത് പരിശീലിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ പ്രതീക്ഷിച്ചും അപ്രതീക്ഷിച്ചും ഒക്കെ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് യഥാവിധി വളരെ ഭംഗിയായിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ എത്തിക്കുന്നതിനെയാണ് ഇവിടുത്തെ എയുടെ പരീക്ഷ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ? നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് പ്രായോഗികമാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പരീക്ഷ. അപ്പൊ അതിനെ നമുക്ക് വേറൊരു അർത്ഥത്തിൽ പരീക്ഷ എന്ന് വിളിക്കുന്നതാണ് നമുക്ക് നല്ലത്. അപ്പം പുതിയൊരു ജീവിത രീതിയിലേക്ക് നമ്മൾ ധൈര്യത്തോടെ ഇറങ്ങാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ്. എന്നാലാണ് നമ്മൾ എന്താണ്, പത്താമത്തെ ഒരു പടി, അവിടെയാണ് ഈ ആത്മീയ പ്രത്യക്ഷ പ്രമാണം, പത്താമത്തെ പടിയിലേക്ക് നമ്മൾ എത്തുന്നു. ആ ഒരു പത്താമത്തെ പടി പറയുന്ന ഒരു പ്രഖ്യാപനം എന്താണ്? കാലാവസ്ഥ അനുകൂലമായാലും പ്രതികൂലമായാലും എനിക്ക് ഈ ഒരു വൈകാരിക സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് സുബോധാവസ്ഥ നിലനിർത്താൻ എനിക്ക് കഴിയുമോ എന്നുള്ള ഒരു അഗ്നി പരീക്ഷ അപ്പോഴാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പൊ ഞങ്ങളുടെ മുക്താവസ്ഥ ഇത്തരത്തിൽ നിലനിർത്താൻ കഴിയുമോ? തീർച്ചയായിട്ടും വാഗ്ദാനത്തിലെ ആ ജീവിതത്തിലെ വാഗ്ദാനങ്ങളെല്ലാം ഇങ്ങനെ പതിയെ 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 പൂർത്തീകരിക്കപ്പെടുന്നു. 9 പടികൾ കഴിഞ്ഞാൽ 9th സ്റ്റെപ്പ് പ്രോമിസ് എന്നാണ് നമ്മളെ ഈ 12 വാഗ്ദാനങ്ങളെ പറയുക. അല്ലാതെ ഈ 12 വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകത്തിൽ എഴുതിയിട്ട് മീറ്റിങ്ങിന്റെ അവസാനം വായിക്കുന്നത് മാത്രമല്ല. 9 പടികൾ കഴിഞ്ഞാൽ 10, 11, 12 പടികൾ ഡെയിലി മെയിൻറ്റെയിനിങ് സ്റ്റെപ്പ് എന്ന് പറയും. അതായത് നിത്യേന പരിപാലിക്കപ്പെടാനുള്ള സ്റ്റെപ്പുകളാണ്. അപ്പൊ അതില് നമ്മള് 9 പടികൾ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ ഈ വാഗ്ദാനങ്ങൾ പതിയെ പതിയെ കുറേശ്ശെ നമ്മളുടെ ജീവിതത്തിൽ അത് പൂർത്തീകരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ പടികളുടെ ഈ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അസ്വസ്ഥനായാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? നമ്മൾ അസ്വസ്ഥനായിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ പ്രശ്നം? അതിന്റെ ആ ഒരു കാരണം, മൂലകാരണം എന്റേതാണ്, എന്റെ പ്രശ്നമാണ്. കാരണം ഞാൻ ജനിക്കുമ്പം നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനായിട്ട് ജനിച്ചൊരു വ്യക്തിയാണ്. ഇപ്പൊ ഏതൊരു വ്യക്തിയും, അയാൾക്കൊരു മോശപ്പെട്ട വ്യക്തിക്ക് ഒരു നല്ല കാലം ഉണ്ടായിരുന്നു, ഉറപ്പല്ലേ, ഇല്ലേ? അയാൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അയാൾ വളരെ സുന്ദരനും എന്താ പറയുക, സത്യസന്ധനും കളങ്കപ്പെടാത്ത ഒരു മനുഷ്യനായിരുന്നു അയാൾ എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അയാൾ ഏതൊക്കെയോ മലീനസമായ കാര്യങ്ങളിലൂടെ അയാൾ ഒരു വൃത്തിഹീനമായ അവസ്ഥയിലേക്ക് അയാൾ എത്തിപ്പെട്ടു. അപ്പൊ ഏതൊരു കാര്യത്തിനും അയാള് മറ്റൊരു ഭാഗം അവിടെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ അസ്വസ്ഥനാകുന്നു, ആയിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിന്റെ ഒരു പ്രത്യക്ഷ പ്രമാണം എന്താ? അതിന് എനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു ബുദ്ധന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഒരുപാട് അങ്ങ് ഒച്ചയിട്ട് സംസാരിച്ചു, നീ അങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾ ഒന്നിനും കൊള്ളൂല, നിങ്ങൾ ഒരു പൊട്ടനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് തെറി പറഞ്ഞു ബുദ്ധന്റെ അടുത്ത് വന്നിട്ട് ഒരു ശിഷ്യനാവാം ആരോ ആവട്ടെ. അപ്പൊ ബുദ്ധൻ എന്ത് ചെയ്തു? ആ ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിശബ്ദനായിരുന്നുകൊണ്ട് ധ്യാനിച്ചിരുന്നുകൊണ്ട് അദ്ദേഹം നിശബ്ദനായിട്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോ ഈ ഒച്ചയിട്ട് ശബ്ദിച്ചുകൊണ്ടിരുന്ന, വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യന് ഒരു തിരിച്ചറിവുണ്ടായി. ഈ മനുഷ്യൻ എന്താ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് ഒരു വികാരവും ഇല്ലാതെ നിശബ്ദനായിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ട് പിന്നെ അയാളോട് വളരെ സൗമ്യമായിട്ട് ചോദിച്ചു, താങ്കൾ എന്താ ഇത്രയൊക്കെ ഞാൻ ഇങ്ങനെ ശബ്ദിച്ച് വഴക്ക് പറഞ്ഞിട്ട് താങ്കൾ ഒന്നും പ്രതികരിക്കാതെ ഇരിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ബുദ്ധൻ പറഞ്ഞൊരു മറുപടി വളരെ രസകരമായൊരു മറുപടിയാണ്. മകനെ, നീ ഇത്ര നേരം ശബ്ദിച്ച് സംസാരിച്ചാലും നീ ഒരു സംഗതി എന്റെ കയ്യിലേക്ക് വെച്ച് നീട്ടിയിട്ട് ഞാനത് എന്റെ കൈ കൊണ്ട് സ്വീകരിച്ചാൽ മാത്രമേ അത് എന്റേതായി മാറുന്നുള്ളൂ. അതല്ലാത്ത കാലത്തോളം അത് നിന്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത് എന്ന് പറഞ്ഞ പോലെ നീ എത്ര ശബ്ദിച്ചാലും ഞാനത് എന്റെ മനസ്സുകൊണ്ട് ഞാൻ സ്വീകരിച്ചിട്ടില്ലാത്തത് കൊണ്ട് അത് എന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല എന്നതാണ് അയാൾ കൊടുത്തൊരു മറുപടി. പിന്നീട് അദ്ദേഹത്തിന് അത് തിരിച്ചറിവുണ്ടായി. അങ്ങനെ വലിയൊരു ഏഹ്, ഏഹ്, മാറ്റം അദ്ദേഹത്തിന് സംഭവിച്ചു എന്നാണ് കഥയുടെ ചുരുക്കം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറണമെങ്കിൽ നമ്മളിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടക്കേണ്ടതുണ്ട്. വലിയൊരു അളവിലല്ലെങ്കിലും സാമാന്യം ഭേദപ്പെട്ട ഒരു ശുദ്ധീകരണ പ്രക്രിയ നമ്മളിൽ നടക്കണം. കാരണം എന്താ? ആ ഒഴിഞ്ഞ പാത്രത്തിലേക്ക് എന്തെങ്കിലും നിറയ്ക്കാൻ കഴിയുകയുള്ളൂ. നിറഞ്ഞിരുന്ന പാത്രത്തിലേക്ക് പിന്നെ നമ്മൾ എന്ത് നിറയ്ക്കാനാ? ഒന്നും നിറയ്ക്കാൻ പറ്റില്ല. അവിടെയാണ് നാലാമത്തെ പടിയും പത്താമത്തെ പടിയും തമ്മിലുള്ള ഒരു പാരസ്പര്യം നമുക്ക് കാണാൻ സാധിക്കുക. കാരണം ഒരു ശുദ്ധീകരണം നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പം അത്തരത്തിലൊരു കീറി മുറിച്ചിട്ടുള്ള ഒരു ശുദ്ധീകരണം നടത്തുമ്പോൾ നമുക്ക് പല സംഗതികളിലും നമുക്ക് നിശബ്ദത പാലിക്കേണ്ടതായിട്ട് വരും. കാരണം എന്താ? എല്ലാത്തിന്റെയും സ്വാർത്ഥതയായിരുന്നു എന്റെ പ്രശ്നങ്ങളുടെ മൂല കാരണം. റിസെന്റ്മെന്റ് ഈസ് ദ നമ്പർ വൺ എനിമി ഓഫ് ആൽക്കഹോളിക്സ് എന്ന് പറയും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ 7 മാരക പാപങ്ങളെ കുറിച്ചും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പം വളരെ വിജിലന്റ് ആയി ജാഗ്രതയോട് കൂടി നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണാൻ കഴിയും. നമ്മളൊരു പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കാൻ തുടങ്ങും. ആളുകൾ പലപ്പോഴും നമ്മളെ കുറ്റം പറയും, ന്യായീകരിക്കും. പലപ്പോഴും നമ്മളെ നല്ലത് പറഞ്ഞ ആളുകൾ പിന്നെ മോശമാക്കി പറയും. അപ്പൊ ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഞാൻ ഇതിനെയൊന്നും കൂടുതലായിട്ട് അതിനെ എന്താ പറയാ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു സമഭാവനയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. പറ്റിയാൽ ഞാൻ ആത്മീയപരമായിട്ട് അത്യാവശ്യം ശക്തിയുള്ളവനാണ് എന്ന് എനിക്ക് സമ്മതിക്കാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ സുബോധാവസ്ഥ കൊണ്ടുപോകാൻ കഴിയണം. അവിടെയാണ് പുതിയൊരു സന്തോഷവും സ്വാതന്ത്ര്യവും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വാഗ്ദാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി തുടങ്ങും. അപ്പൊ ഇത് പടികളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. മറ്റൊരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, എന്നാലും എന്റെ വികാരങ്ങളെയാണ് ഞാൻ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലേ? വേറെ ആളുകൾ ചിലപ്പോൾ പലതും പറയും. ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവർക്കും അറിയാം, ഒരു ട്രസ്റ്റിയുടെ തെരഞ്ഞെടുപ്പ് നടന്നു, ഞാൻ അതിലൊരു ഭാഗമായി. അങ്ങനെ പല കാര്യങ്ങൾ, അതിന്റെ റിസൾട്ട് വന്നു, റിസൾട്ടിന് ശേഷം മറ്റു പല റിസൾട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരങ്ങളൊക്കെ ഉണ്ടായി. അവിടെയൊക്കെ ഈ ഒരു ആ ഒരു സംയമനത്തിലൂടെ ആ കാര്യങ്ങളെ ഞാൻ അത്ര പൂർണ്ണനൊന്നുമല്ല, ഒരുപാട് അസ്വസ്ഥനും പ്രതികരിക്കണം എന്നൊക്കെ തോന്നിയ നിമിഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും അടങ്ങ് രാമ, അടങ്ങ് രാമ, നീ അതിനായിട്ടില്ല, നീ ഇപ്പൊ നിന്റെ ആ ഒരു തീരുമാനം, നീ നിശബ്ദനായിരിക്കുക എന്നുള്ളതാണ് എന്ന് എന്നോട് തന്നെ ഞാൻ പാലിക്കപ്പെടുന്ന ആ ഒരു അവസ്ഥയെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ആ ഒരു വികാരങ്ങളെയാണ് ഞാൻ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലാതെ വിചാരങ്ങളെയല്ല. നമ്മൾ എപ്പോഴും പറയും, തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആ വികാരങ്ങളെ നിങ്ങൾക്ക് മാന്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പലപ്പോഴും വലിയൊരു പരാജയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് തരുന്നൊരു മുന്നറിയിപ്പ്. അപ്പം മുറിവേറ്റവനായിരിക്കുമ്പോഴും തുടർച്ചയായി ഇതിന്റെ കാരണം എന്നിൽ ഞാൻ അന്വേഷിക്കുകയും എൻ്റെ തെറ്റുകളെ കണ്ടെത്തി തിരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം എനിക്ക് പലപ്പോഴും മുറിവുകൾ സംഭവിക്കും, അപകടങ്ങൾ സംഭവിക്കും. പക്ഷെ ഞാൻ അസ്വസ്ഥനാകേണ്ട കാര്യമില്ല. കാരണം നേരത്തെ പറഞ്ഞ മാതിരി പരീക്ഷയിലാണ്, പരീക്ഷണങ്ങളിലല്ല, പരീക്ഷയിലാണ്. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാല്, എൻ്റെ ജീവിതത്തിലെ വലിയൊരു കാര്യമായിരുന്നു ഒരു വിവാഹം. ആ ഒരു വിവാഹം ഒരു 10, 11, 12 വർഷം മുമ്പ്, അല്ലെങ്കിൽ 10, 13 വർഷം മുമ്പ് ഒരു വിവാഹം എനിക്ക് നടക്കേണ്ടതായിരുന്നു. അത് ആ നടക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം വിവാഹം കഴിക്കുന്ന പെൺകുട്ടി വേറൊരാളുടെ കൂടെ വിവാഹം കഴിച്ചു പോവുകയും ആ കല്യാണം നടക്കാതെ പോവുകയൊക്കെ ചെയ്ത
ഒരു ദുർഗതി അഭിമുഖീകരിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ ആ സമയത്ത് ആലോചിച്ച് നോക്കണം, 10,000 കത്തടിച്ച് ഭക്ഷണങ്ങളും കാര്യങ്ങളും ഹോളുകളും എല്ലാം സജ്ജീകരിച്ചിരിക്കുന്ന തൊട്ട് തലേ ദിവസമാണ് ഈ ഒരു പ്രഖ്യാപനം അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷെ അവിടെ വളരെയധികം സംയമനത്തോടു കൂടി, ഒരുപാട് സംയമനമൊന്നും ഉണ്ടായിരുന്നില്ല, എന്റെ സ്പോൺസർ എന്നെ സഹായിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഞാൻ ഒരുപാട് താഴേക്ക് പോവാതെ എനിക്ക് എന്റെ വികാരങ്ങളെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിച്ചത് തീർത്തും ഈ ഒരു പ്രോഗ്രാമിന്റെ പിൻബലത്തോടു കൂടി. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് ഒരു 4-5 വർഷത്തിന് ശേഷം ബാംഗ്ലൂരിൽ നിന്ന് ഒരു സുഹൃത്ത് ഇതേ പ്രശ്നത്തെ അഭിമുഖീകരിച്ചപ്പോൾ അയാൾക്ക് അതിശക്തമായ ഒരു പിൻബലം, അല്ലെങ്കിൽ അയാൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ എന്റെ അനുഭവങ്ങൾ, നമ്മളുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തെ അനുഭവങ്ങൾ എങ്ങനെ മറ്റൊരാളുടെ നന്മയ്ക്കായി വിനിയോഗിക്കാം എന്ന് ഞങ്ങൾ കരുതുന്നു എന്ന് പറയുന്ന ഒരു വാഗ്ദാനത്തിന് എനിക്ക് അനുഭവിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പൊ അത് അയാൾക്ക് വലിയ ഇതായി. അപ്പൊ അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തില് പരീക്ഷയായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം. അപ്പൊ ഈ വേദന എന്റെ വികാരങ്ങളിലെ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കാൻ എന്നെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പല വേദനകളും, ശരീരത്തിലുണ്ടാകുന്ന വേദനകള് ശരീരത്തിലുണ്ടാകുന്ന പല അസുഖങ്ങളുടെയും ഒരു മുന്നറിയിപ്പാണ് എന്ന് പറയുന്നത് പോലെ മനസ്സിനുണ്ടാകുന്ന വേദനകൾ ആത്മീയപരമായ ഒരു തകർച്ചയ്ക്കുള്ള ഒരു മുന്നറിയിപ്പാണ് എന്ന് പലപ്പോഴും നമ്മൾ കരുതണം, അത് തിരിച്ചറിയണം. അവിടെയാണ് നമ്മളുടെ പ്രോഗ്രാമിന്റെ ശക്തി നമ്മൾ കാണേണ്ടത്. അല്ലാതെ 100 ചാക്ക് പഞ്ചസാര എന്ന് പറഞ്ഞാൽ നാവിൽ മധുരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ അതേ കാര്യം നമ്മളിവിടെ പലപ്പോഴും പാലിക്കപ്പെടേണ്ടത് നിർബന്ധമാണ്. അങ്ങനെ ചെയ്യുമ്പം ഈ കൊടുങ്കാറ്റിന് ശേഷമുള്ള ഒരു പ്രശാന്തത നമ്മളിലേക്ക് കടന്നു വരും. കാരണം എന്താ? അവിടെ ആത്മീയ അഭിവൃദ്ധിയുടെ ഉരകല്ലാണ് എന്ത്? ഒരു താൻ പറയുന്നത് എന്തെന്ന് ബോധവാനായ ഒരു മനുഷ്യൻ. ഞാൻ പറയുന്നതിന് എനിക്കൊരു വ്യക്തതയുണ്ട്, അല്ലാതെ എന്തെങ്കിലും ചാടിക്കേറി പറയുകയല്ല. ഞാൻ പറയുന്ന കാര്യത്തിനെ കുറിച്ച് എനിക്ക് നല്ല വ്യക്തതയുണ്ട്. ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റേതായിട്ടുള്ള അനുഭവങ്ങളും എന്റെ പരാജയങ്ങളും എന്റെ പ്രശ്നങ്ങളെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിലെനിക്ക് വളരെ വലിയ വ്യക്തതയുണ്ട്. അപ്പൊ അത്തരം വ്യക്തതയോടുകൂടി നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു ആത്മീയ അഭിവൃദ്ധിയുടെ ഉരകല്ലായിട്ട് അത്തരം അനുഭവങ്ങൾ മാറും. ഇത് ഇത് വലിയൊരു പ്രഖ്യാപനമാണ്. അപ്പൊ നമ്മൾ എയിൽ എത്ര അംഗങ്ങൾക്ക് ഇത് പരസ്പരം പറയുമ്പം എത്ര ഹൃദയഭേദകമായ, അല്ലെങ്കിൽ അത്രമാത്രം അവരോട് ഹൃദയപൂർവ്വം നമുക്ക് യോജിക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് അവരോട് യോജിക്കാൻ പറ്റും. കാരണം അത്രമാത്രം മാനസിക പിരിമുറുക്കങ്ങളുടെ മൂർധന്യാവസ്ഥയിൽ വളർച്ച എന്നുള്ളത് വളരെ വേദനാജനകമായ ഗ്രോയിങ് പെയിൻ, ഒരു ഗ്രോയിങ് പെയിൻ എന്ന് പറയും, വളർച്ചയുടെ വേദനകൾ. അത് അത്ര നിസ്സാരമല്ല. അത് ചിലപ്പം വലിയ വേദനകൾ നമ്മൾ നൽകേണ്ടതായിട്ട് വരും. അത് തെറ്റല്ല. കാരണം അത്രമാത്രം നമ്മൾ അനുഭവിക്കേണ്ടി വന്ന ഒരാളുകൾ. അപ്പം ഒരു സ്വാർത്ഥതയിൽ നിന്ന് നിസ്വാർത്ഥതയിലേക്ക് നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ എത്രമാത്രം വേദനാജനകമാണെങ്കിലും നമ്മളത് അനുഭവിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് ഒരു ആന്തരികമായൊരു മാറ്റം നമ്മൾക്ക് കൈവരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു അസാധാരണമായ ഒരു നീക്കം, വേദന നമ്മൾ അനുഭവിക്കണം. അപ്പൊ അതാണ് ആൽക്കഹോളിക് അനോണിമസ് പ്രോഗ്രാം നമ്മൾ പഠിപ്പിച്ചു തരുന്ന ഒരു പാഠം. കാരണം പ്രശാന്തത ഉണ്ടാകണമെങ്കിൽ എന്താണ്? ഒരു സുബോധത്തിന് വേണ്ടത് എന്താ? സുബോധത്തിന് വേണ്ടത് നമ്മളുടെ മദ്യപാനത്തിന്റെ ദുരന്തപൂർണമായ അനുഭവങ്ങളിലൂടെയുള്ള ഒരു കടന്നുപോക്കാണ്. കാരണം എനിക്ക് സുബോധം വേണം, കുടിക്കാതിരിക്കണം എന്നുള്ള. പക്ഷെ പ്രശാന്തതയ്ക്ക് വേണ്ടത് എന്താ? മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കാനുള്ള പ്രശാന്ത മനസ്ഥിതി. ആ ഒരു പ്രശാന്ത മനസ്ഥിതിക്ക് വേണ്ടത് എന്താ? വൈകാരികമായ ഒരു തകർച്ചയുടെ അനുഭവത്തിലൂടെയുള്ള ഒരു കടന്നുപോക്ക് നമുക്ക് ആവശ്യമുണ്ട്. വൈകാരികമായ തകർച്ച. എനിക്ക് വയ്യ, എനിക്ക് കുടിക്കാതിരുന്നാ പോരാ ഭഗവാനെ, അല്ലെങ്കിൽ ദൈവമേ എനിക്ക് ജീവിക്കണം, എനിക്ക് സ്വസ്ഥത വേണം, എനിക്ക് കിടന്നാൽ ഉറക്കം വരുന്നില്ല, രാവിലെ നെറ്റി ഉണർന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. അത്തരത്തിലുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാറ്റം വരണമെന്ന് ഒരുവൻ ചിന്തിക്കുമ്പോൾ അയാൾ ശരിയായ പാതയിലേക്ക് സഞ്ചരിക്കുകയാണ്. കാരണം അവിടെ ആ വൈകാരിക തകർച്ച അയാൾ അനുഭവിക്കുമ്പോൾ അയാൾക്ക് പ്രശാന്തത അയാൾക്ക് കൈവരിക്കാനുള്ള അതിശക്തമായ ഒരു തുടക്കം അയാളിൽ ഉണ്ടാകുന്നു. അതാണ് ഏറ്റവും വലിയ ആ ഒരു കാര്യം. അപ്പൊ ഇങ്ങനെ ഒരു മാനസിക പിരിമുറുക്കങ്ങളുടെയും ആ അസുഖകരമായ ആ ഒരു രീതികളിലൂടെയൊക്കെ തരണം ചെയ്തു പോകുന്ന ഒരാൾക്ക് ആത്മീയ പുരോഗതി അയാൾക്ക് കൈവരിക്കാൻ ഒരുപാട് സാധ്യതകൾ അയാളുടെ മുമ്പിൽ തുറന്നു വരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് എന്ത് വേണം? അയാൾക്ക് ആവശ്യമായ ഒരു വെട്ടിയൊരുക്കൽ അയാൾക്ക് ആവശ്യമുണ്ട്. കാരണം അത് ഒരു പൂന്തോട്ടത്തില്
നല്ലൊരു പൂന്തോട്ടം സൂക്ഷിക്കുന്ന ഒരു കാവൽക്കാരൻ അല്ലെങ്കിൽ അതിന്റെ ജോലിക്കാരന്റെ പണി എന്താ? അയാൾക്ക് അതിനെ വെട്ടി ഒരുക്കണം പലപ്പോഴും. കാരണം എന്താ, പൂന്തോട്ടത്തിലെ ചെടികൾ നനച്ചും വെട്ടി ഒരുക്കിയും സമയം ചെലവഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്റെ പൂന്തോട്ടം എന്താ? എന്റെ ജീവിതമാണ്, എന്റെ കുടുംബമാണ്. നമ്മൾ എല്ലാ ജോലികളും ചെയ്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുന്ന നമ്മൾക്ക് ആ വീട് എന്ന സ്വർഗം, അവിടെ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സുബോധാവസ്ഥയും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളൊരു നരകത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ കടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു എന്താണ് അവിടെ ഇതിന് പലപ്പോഴും നമ്മളെ DRലൊക്കെ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു പൂന്തോട്ടത്തിലെ ആളുകൾ ആ ചെടിയില് ചിലപ്പോൾ വെട്ടി മാറ്റുമ്പോൾ പൂക്കളുള്ള ശിഖരങ്ങൾ വരെ, അതിന്റെ കൊമ്പുകൾ വരെ വെട്ടി മാറ്റപ്പെടുമ്പം ഒരാൾ ചോദിക്കുക, എത്ര മനോഹരമായ പൂക്കളെയാണ് താങ്കൾ വെട്ടി മാറ്റുന്നത്, ആ പൂക്കളെ കാണാൻ എന്തൊരു ഭംഗിയാണ് എന്നൊക്കെ പറയുമ്പം അയാൾ പറയുന്ന ഒരു മറുപടി, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷേ ആവശ്യമല്ലാത്തവയെല്ലാം വെട്ടി മാറ്റിയാലേ ചെടികൾക്ക് ശക്തിയും കരുത്തും ലഭിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ആ ഒരു അവസ്ഥയാണ് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് തോന്നും, ഈശ്വര എന്തൊരു വലിയ നഷ്ടമായി പോയി, അത് ലഭിച്ചി ലഭിച്ചിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ആകുമായിരുന്നു, ഇങ്ങനെ ആകുമായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന, സ്വയം സഹതപിക്കുന്ന എത്രയെത്ര നിമിഷങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അവിടെയെല്ലാം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിനേക്കാളും ശക്തമായ ആ ശാഖകളിലൂടെ, ശിഖരങ്ങളിലൂടെ പുതിയ പൂക്കൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള വലിയൊരു പ്രത്യാശ നമ്മൾക്ക് നിലനിർത്താൻ കഴിയുക എന്നുള്ളത് വലിയൊരു ആത്മീയ പുരോഗതിയുടെ ഒരു വലിയ ഒരു പ്രമാണമായിട്ട് നമ്മളോട് പറയുന്നത്. അപ്പൊ പ്രോഗ്രാമിനെ കുറിച്ച് ഓർത്ത് എത്രമാത്രം വേദന അനുഭവിച്ചിട്ടാണ് നാം വളരുന്നത് എന്ന് നമ്മൾ എന്താ പറയാ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കാരണം എന്നെ എങ്ങനെ വേണമെങ്കിലും, എൻ്റെ നന്മയുടെയും തിന്മയുടെയും അധിപൻ അങ്ങായിരിക്കണമേ എന്ന് നമ്മൾ 7ാമത്തെ പടിയിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ എന്നെ പ്രവർത്തിപ്പിക്കുന്നതിനും എന്നെ സൃഷ്ടിച്ചെടുക്കുന്നതിനും വേണ്ടി ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു, അങ്ങയുടെ ഇംഗിതം നിറവേറ്റാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന തേർഡ് സ്റ്റെപ്പ് പ്രയർ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം, അവിടെയാണ് നമ്മൾ തീർച്ചയായിട്ടും ഇതിന്റെ സാധ്യതകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റൊരു കാര്യം, ഇന്നലെയുടെ ഇത്തരത്തിലുള്ള ഭാണ്ഡക്കെട്ടുകൾ ആലോചിച്ച് നോക്കൂല്ലേ, നമുക്ക് ഇന്ന് തന്നെ ആവശ്യത്തിനുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഒരു ക്രമാനുഗതമായ ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താത്ത പക്ഷം നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയില്ലേ, കടം വെച്ചുകൊണ്ട് നമുക്ക് ധനവാനാകാൻ സാധിക്കില്ല. ഇന്നലെയുടെ ഭാണ്ഡക്കെട്ടുകൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് സ്വയം ഒരു വിലയിരുത്തൽ ക്രമമായിട്ട് നമ്മൾ നടത്തിയിട്ടില്ലെങ്കിൽ, അതൊരു ക്രമമായ ഒരു പ്രവർത്തനമായി മാറാത്തിടത്തോളം കാലം ഇത് എന്ത് കാണുന്നത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അംഗീകരിക്കാനും തിരുത്താനും ഒന്നും നമുക്ക് കഴിയില്ല. തെറ്റുകളെ ശരീകരിക്കാനോ അല്ലെങ്കിൽ ക്ഷമയോട് കൂടി തുടർച്ചയായും നമുക്ക് ശ്രമിക്കാൻ, ഇതൊന്നും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ഈ ഒരു, കാരണം ഇന്ന് തന്നെ ആവശ്യത്തിലേറെ ഈ ഭാരങ്ങൾ ഇന്ന് നമുക്ക് പുതുതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ഭാരങ്ങളെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. അല്ല പരിപൂർണമായിട്ട് ഇന്നും നമ്മൾ ശരിയാണെന്നുള്ളതല്ല. ഇന്നത്തെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ ചില തെറ്റുകളും പോരായ്മകളൊക്കെ കടന്നുകൂടും. അത് നമ്മൾ ശരിയാക്കുമ്പോൾ ഇന്നലത്തെ കടം കൂടി ഉണ്ടെങ്കിൽ അത് ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പൊ അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യം കൂടിയാണ് എന്ന് നമ്മളോട് പറയുന്നു. ഇതും നമ്മളോട് സംബന്ധിച്ചിടത്തോളം ആത്മീയ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട്. അപ്പം എപ്പോഴും നമ്മൾ ചോദിക്കുക, എന്താണ് ആത്മീയത? ചില ആളുകൾ പറയും, വന്നു, ഞാനിപ്പോ കുടിക്കാതിരിക്കുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല, എന്താണ് ഇപ്പൊ ഈ ആത്മീയപരമായ രോഗം, ആത്മീയപരമായ തിരിച്ചറിവുകൾ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇന്ന് വരെ ഒരു ആത്മീയ ഉണർവ് ലഭിച്ചിട്ടില്ല എന്ന് വിലപിക്കുന്ന ചില അജ്ഞാനികളായിട്ടുള്ള ചില ആളുകളുടെ രോദനം നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെയധികം നമുക്ക് പറയാൻ പറ്റും. വന്ന് സുബോധാവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു വ്യക്തിയും ആദ്യ നാൾ മുതൽ തന്നെ അയാളിലൂടെ ഒരു ആത്മീയ പരിണാമത്തിന് അയാൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്ന് പാവം ആ മനുഷ്യൻ അറിയുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. കാരണം എന്താ, അയാൾക്ക് മനസ്സിലാകുന്നില്ല. അയാൾ ഒരു മീനിനെ വെള്ളത്തിലിട്ടിട്ട് എന്താണ് വെള്ളം എന്ന് കുഞ്ഞു മീനുകൾ തള്ളമീനിനോട് ചോദിക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥ മാത്രമാണത്. കാരണം ആ വെള്ളം ഇല്ലെങ്കിൽ ആ മീനുകൾക്ക് ജീവനോട് കൂടി നിലനിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെയാണ് ഒരു മദ്യാസക്തൻ എയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് സുബോധാവസ്ഥ നിലനിർത്തുമ്പോൾ
അയാൾക്ക് ആത്മീയ വളർച്ച അല്ലെ ഉണർവ് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നതിന്റെ ചുരുക്കം. അപ്പൊ അത്തരത്തില് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഇന്നത്തെ ദിവസം ഒരിക്കലും ഒരു കാര്യത്തിലും വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ നിൽക്കരുത്. നാളെയിലേക്ക് മാറ്റാൻ പാടില്ല. നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക. അതാണ് നമ്മൾ ഏറ്റവും വലിയ ഒരു വിജയിച്ചവരുടെ ഒരു പ്രാധാന്യം എന്താ? നമ്മൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കാനുള്ള ഒരു ജാഗ്രത നമ്മളുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഏതായാലും അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് എന്തോ ഒരു കുഴപ്പം. നമ്മളുടെ മനസ്സ് വിശാലമാക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ബുദ്ധന്റെ കഥ തന്നെയാ പറയാം. ബുദ്ധന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരുപാട് പണമുണ്ട്, ഒരുപാട് സൗകര്യങ്ങളും എല്ലാം ഉണ്ട് എനിക്ക്, പക്ഷെ എൻ്റെ മനസ്സിന് യാതൊരു സമാധാനവും ഇല്ല ഗുരു, എന്തെങ്കിലും ഒരു പോംവഴി എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ കാണിച്ച ഒരു 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 രീതി, ഒരു അകത്ത് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്തിട്ട് അതിലേക്ക് ഒരു പൊതി ഉപ്പും കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറയണം, നിങ്ങൾ ആ ഒരു ഉപ്പ് ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഇട്ടിട്ട് കലക്കിയിട്ട് കുടിക്കാൻ പറയുമ്പോൾ ആ മനുഷ്യന് കുടിക്കാൻ പറ്റാതെ അദ്ദേഹം തുപ്പിക്കളയുന്ന ഒരു അവസ്ഥ. എന്നിട്ട് അദ്ദേഹം പറയും, എനിക്കിത് കുടിക്കാൻ പറ്റുന്നില്ല, ഛർദ്ദിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ ആ മനുഷ്യനെയും കൈ പിടിച്ച് കൂട്ടി കൊണ്ട് ദൂരെ ദൂരെ നടന്ന് ഒരു അരുവിയുടെ അടുത്ത് എത്തിയപ്പോൾ വീണ്ടും മടിയിൽ നിന്ന് അതേ അളവിലുള്ള ഒരു ഉപ്പെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ആ അരുവിയിൽ പോയി ആ ഉപ്പ് അതിൽ കലക്കിയിട്ട് കുറച്ച് വെള്ളം കുടിച്ചു നോക്കാൻ പറഞ്ഞു. അദ്ദേഹം അതുപോലെ ചെയ്തു, ഒരുപാട് വെള്ളം കുടിച്ചു വന്നു. ചോദിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോ ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല, നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറ്റി എന്ന് പറയുന്ന ഗുരുവിന്റെ ചോദ്യത്തിന്റെ ഉത്തരം അയാൾ നൽകി എന്നുള്ള. അപ്പോഴാണ് ഗുരു പറയുന്നത്, ഈ ഉപ്പ് പോലെയുള്ളൂ മകനെ നിന്റെ പ്രശ്നങ്ങളെല്ലാം. ഇവിടെ മാറ്റം എന്തിനാ സംഭവിച്ചത്? വെള്ളത്തിന് മാത്രമാണ് ഇവിടെ മാറ്റം സംഭവിച്ചത്, ഉപ്പിനൊരു മാറ്റവും ഉണ്ടായില്ല. ഇതുപോലെയാണ് നിന്റെ മനസ്സിന് മനസ്സിന്റെ ആ ഒരു വിശാലമായ ആ അവസ്ഥയിലേക്ക് നിന്റെ മനസ്സിനെ നീ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ അതിലൊന്നും ഇല്ലാതെയായി തീരുന്നത് പോലെ നിനക്ക് തോന്നും എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മനോഹരമായ ഒരു കഥ. അപ്പൊ ഇതുപോലെയാണ് ആൽക്കഹോളിക് അനോണിമസിൽ വന്നിട്ട് എല്ലാവരെയും നമുക്ക് മാറ്റാൻ കഴിയില്ല. മാറ്റാൻ പറ്റുന്നവയും മാറ്റാനുള്ള ധൈര്യം എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ മാറ്റിമറിക്കുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് നമ്മൾ പോകണം. നമ്മളെങ്ങനെയാ നമ്മൾ മാറ്റിമറിക്കുക? ആദ്യമായിട്ട് എനിക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് ഞാൻ കണ്ടെത്തണം. അതാണ്, എനിക്ക് ഭയമുണ്ടോ, എനിക്ക് ദേഷ്യമുണ്ടോ, എനിക്ക് പകയുണ്ടോ, അസൂയയുണ്ടോ, എനിക്ക് അമിതമായ കാമാസക്തി ഉണ്ടോ, എല്ലാ കാര്യങ്ങളും എനിക്കുണ്ടെങ്കിൽ അതിനെയെല്ലാം ഈ എന്താ പറയാ, ഒരു ശില്പത്തെ ഒരു കല്ലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത് പോലെ അനാവശ്യമായ ഭാഗങ്ങളെല്ലാം വെട്ടിമാറ്റി 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 ഒരു മനോഹരമായ ഒരു ശില്പം രൂപപ്പെടുന്നത് പോലെ ആൽക്കഹോളിക് അനോണിമസിലൂടെ നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെന്ത് വേണം? അതിനൊരു ഡെയിലി ഇൻവെന്ററി, പ്രതിദിന വിലയിരുത്തലുകൾ നമ്മൾ നടത്തണം, അല്ലേ? തെറ്റുകൾ ചെയ്യുമ്പോഴെല്ലാം നമുക്ക് ഉടനെ സമ്മതിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഡെയിലി ഇൻവെന്ററി ആയിട്ട് നമ്മളോട് പറയുന്നത്. കാരണം സുബോധ ജീവിതത്തിലെ ഏറ്റവും നമുക്ക് എന്താ ഉത്സാഹത്തോടു കൂടി സമീപിക്കാൻ വേണ്ടി എന്ത് വേണം? പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകണം. നമുക്ക് മറ്റു മനുഷ്യരില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, അല്ലേ? ഉറപ്പല്ലേ? ഇത് മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, മറ്റു ജീവികൾക്ക് അതില്ല. ഒരു ജീവി ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീട്ടിൽ നിറയെ പശുക്കളും ആടുകളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് എന്റെ ചെറുപ്പകാലം എന്റെ കുടുംബത്തിൽ കടന്നു പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിൽ പലപ്പോഴും ഈ ആടുകൾ പ്രസവിക്കും, പശു പ്രസവിക്കും, ഇങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് പശുക്കിടാവൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ കൗതുകത്തോടു കൂടി നോക്കി നിന്നുകൊണ്ട് അത് ഒരു ഒരു മണിക്കൂർ കൊണ്ട് കൊണ്ട് തന്നെ ഈ ആട്ടിൻകുട്ടികളും പശുക്കുട്ടികളൊക്കെ തുള്ളിച്ചാടി ആ അമ്മ പശുവിന്റെ അടുത്ത് പോയിട്ട് പാല് കുടിക്കുന്ന മനോഹരമായ കാഴ്ച, പ്രകൃതി തന്ന അനുഗ്രഹീതമായ ഒരു കാഴ്ചയൊക്കെ പലപ്പോഴും ഞാൻ കണ്ട് മതി മറന്നിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഒരു കുഞ്ഞിന് അമ്മ ജന്മം കൊടുത്തു കഴിഞ്ഞാൽ, ഒരു മനുഷ്യ കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മകനെ, എനിക്കിപ്പോ അടുത്ത 1.5 വർഷം മുമ്പാണ് എനിക്കൊരു കുഞ്ഞുണ്ടായത്. അപ്പൊ എൻ്റെ ഭാര്യ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങുമ്പോൾ എനിക്ക് തൊടാൻ പോലും പേടിയായിരുന്നു. അപ്പൊ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ആ കുട്ടിയെ ഒന്ന് എനിക്ക് എടുക്കാൻ പറ്റിയത്. അതുകൂടാതെ 28ഉം 56ഉം 90ഉം കഴിഞ്ഞു ആ ഒരു ഏതാണ്ട് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടിയുടെ തലയൊന്ന്
കുറയ്ക്കാനായിട്ട് ഒരു അവസരം ഉണ്ടായത്. അപ്പൊ ഇങ്ങനെ മറ്റു മനുഷ്യരുടെ, ഒരുപാട് മനുഷ്യരുടെ താങ്ങും തണലും തലോടലും ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇന്നൊരു മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല, എന്നോ മൺമറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ, ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, മറ്റു മനുഷ്യരുടെ സഹായങ്ങളില്ലാതെ നമുക്കൊരിക്കലും ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. ആ സൗഹൃദ ബന്ധം, കേടുപാടുകളൊക്കെ നീക്കണം. എങ്ങനെയാ നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നുള്ളത് വെച്ചാൽ, ആ സുഹൃത്ത് ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അകൽച്ചകളൊക്കെ ക്രിയാത്മകമായിട്ട് നമുക്ക് പ്രശ്ന പരിഹാരത്തിലൂടെ നമുക്ക് കടന്നു പോകണം. അതൊരു വല്ലാത്ത ജീവിതം വളരെ ആസ്വാദികരമായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കാരണം അതല്ലെങ്കിൽ നമ്മളുടെ ജീവിതം വലിയൊരു നഷ്ടത്തിലേക്കും നാശത്തിലേക്കും നമ്മൾ കൊണ്ടുപോയി തള്ളിവിടും. അപ്പം ഈ ഒരു പ്രതിദിന വിലയിരുത്തലുകൾ നമ്മൾക്ക് നടത്തിക്കൊണ്ട് നമുക്ക് പോകാൻ കഴിയണം. കാരണം ഇതൊന്നും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തിനാ നമ്മൾ ആത്മീയപരമായിട്ട് നമ്മൾ ജീവിക്കുന്നത്? വേറെ ഒന്നുമല്ല, ഈ പ്രകൃതി, ഒരു കപ്പല് ഒരു കടലിലൂടെ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ടൈറ്റാനിക് കപ്പലിനെ പറ്റി നമുക്കറിയാലോ, ഇല്ലേ? ടൈറ്റാനിക് കപ്പൽ എന്ന് പറയുമ്പോൾ ലോകത്ത് തന്നെ വളരെ പേര് കേട്ട അതിശക്തമായ ഒരു കപ്പലാണെന്നാണ് നമ്മൾ പൊതുവെ കേട്ടത്. അപ്പൊ ആ ടൈറ്റാനിക് കപ്പലിലെ കപ്പിത്താന് മുമ്പിൽ ഒരു ഐസിന്റെ ഒരു 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 മലയുടെ ഒരു അഗ്രം കണ്ടപ്പോൾ അദ്ദേഹം അതിനെ എന്താണ് പറഞ്ഞത്? ഓ, ഇതെത്ര വലിയ കാര്യമാണോ! ലോകത്ത് തന്നെ എത്രയും വലിയ ഒരു കപ്പലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മഞ്ഞുമലയുടെ ഒരു അഗ്രം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടിപ്സ് ഓഫ് ദി ഐസ്ബർഗ് എന്നാ പറഞ്ഞത്. അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് അവഗണിച്ചുകൊണ്ട് ധിക്കാരത്തോടു കൂടി, അമിതമായ ആത്മവിശ്വാസത്തോടു കൂടി സഞ്ചരിച്ച ടൈറ്റാനിക് കപ്പല് ആ വലിയൊരു മഞ്ഞുമലയിൽ തട്ടി നിലം പരിശായി എല്ലാവരും, എത്രയോ ആളുകൾ മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തി. അപ്പം ഇതുപോലെ പലപ്പോഴും ഒരു മദ്യാസക്തന്റെ മനസ്സ് അഹങ്കാരങ്ങൾ കൊണ്ട് മൂടി നിറഞ്ഞു കവിഞ്ഞു നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നിലംപരിശായി പോകുന്ന ഒരവസ്ഥ നമ്മളിലുണ്ട്. അപ്പം ഈ ഒരു മനസ്സിന്റെ അകത്ത്, ഇപ്പൊ ഒരു കടൽ തീരത്ത് നിൽക്കുമ്പോൾ ഒരു കടലിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന തിരമാലകൾ അതിശക്തമായി അതിൽ നിന്ന് അടിച്ച് അത് പുറകോട്ട് അതിൽ തന്നെ ലയിച്ചു പോകുന്ന ഒരു അവസ്ഥ നമ്മൾ പലപ്പോഴും കടൽ തീരത്തുനിന്ന്, പ്രത്യേകിച്ച് ഞാനൊക്കെ കോഴിക്കോട് പലപ്പോഴും ബീച്ചിലൊക്കെ പോകുമ്പോൾ അതിശക്തമായ തിരമാലകൾ ചിലപ്പോഴും മഴക്കാലത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ തിരമാലകൾ അതിൽ തന്നെ ലയിച്ച് പുറകോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മളിൽ നിന്ന് ഉയർന്നു വരുന്ന അതിശക്തമായ ചിന്തകൾ, ഡ്രിങ്കിങ് ഈസ് നോട്ട് യുവർ പ്രോബ്ലം, യുവർ പ്രോബ്ലം ഈസ് തിങ്കിങ് എന്ന് പറയുന്ന പോലെ അതിശക്തമായിട്ട് അത് അവിടുന്ന് ആർത്ത് അടിച്ച് നമ്മളിൽ ഉയർന്നു വരും. അത് അതിലേക്ക് തന്നെ അത് മാത്രമായി അടങ്ങിയിടണം എന്ന് നാരായണ ഗുരുദേവൻ ആത്മോപദേശത്തിൽ പറഞ്ഞ പോലെ, അത് നമ്മളിൽ തന്നെ ഒന്നൊന്നായി എണ്ണി എണ്ണി ആ തൊട്ടെണ്ണം ചുരുളൊടുങ്ങിയാൽ എത്തിടും ദൃക്ക് പോലുള്ള മുന്നിൽ അസ്പന്ദമായി ഇടയണം. അപ്പൊ അത് അവിടെ തന്നെ ഒരുപാട് പ്രയാസമുണ്ട്. ഇതൊക്കെ പറയാനൊക്കെ വലിയ കാര്യമാണ്. ഇപ്പൊ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് വിളിച്ച് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ദേഷ്യമൊക്കെ തോന്നാറുണ്ട്. പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വന്ന് അത് വലിയൊരു എന്താ പറയാ, കൊടുങ്കാറ്റായി മാറാതെ അത് അന്നിൽ തന്നെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും, പൊട്ടിയൊലിക്കും, നമ്മൾ അതിരൂക്ഷമായിട്ട് നമുക്ക് പ്രശ്നങ്ങളും സംഘർഷങ്ങളും ആത്മസംഘർഷങ്ങളും വരും. ഒരു കുഴപ്പമില്ല, നമുക്ക് കരയണം. കരയുക എന്ന് പറയുന്നത് ഒരു ദുർബലതയൊന്നുമല്ല. ഞാനൊക്കെ എത്ര തവണ കരയും, വീട്ടിൽ വാതിലടച്ചിട്ടിട്ട് ചിലപ്പോൾ വല്ലാതെ സങ്കടം സഹിക്കുക വയ്യാതെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കരയും. ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം കരയും. എന്നാലേ നമ്മളുടെ ജീവിതം ഒന്ന് ബാലൻസ് ആവുള്ളൂ. അല്ലാതെ ഏത് നേരവും ജഗദീന്റെ കോമഡി സീനും ഇട്ടിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കലാണോ നമ്മുടെ പരിപാടി? അല്ല. അതേപോലെ നിങ്ങൾക്ക് ദേഷ്യം തോന്നും, വികാരങ്ങൾ വരും, പൊട്ടിത്തെറിക്കും. അതിനാണ് നമുക്ക് സ്പോൺസറുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൗഹൃദ ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത്. അവരെ വിളിച്ച് നമുക്ക് പറയാം, അവരോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാം. പക്ഷെ അത് അവിടെ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും സമാധാനപരമായ ഒരു കാര്യമായിട്ട് അത് മാറും. അപ്പൊ എങ്ങനെ എനിക്ക് ഈ അനുഭവം ഉണ്ടാകുന്നത് വരെ ആ 10ാമത്തെ പടിയുടെ ആത്മീയ പ്രമാണം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം എന്താ, ഞാൻ എൻ്റെ മുറിയിലെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, നമ്മളുടെ ഇന്നത്തെ DRL പറഞ്ഞൊരു കാര്യം. അയാളുടെ ആദ്യകാലത്ത് അയാള് മുറിയിലിരുന്ന് പത്രം വായിക്കുമ്പോൾ നായ്ക്കൾ ഇങ്ങനെ കുരയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ആണ്. നമുക്ക് തന്നെ അറിയാം, വീട്ടില് ചിലപ്പോൾ കുട്ടികൾ കരയും. അപ്പൊ എൻ്റെ മോനൊക്കെ വെറുതെ കരയുമ്പോൾ എനിക്ക് വല്ലാതെ ദേഷ്യം തോന്നും. കാരണം എനിക്കിത് പരിചയമില്ലാന്നേ. കുട്ടികൾ ഇപ്പൊ ചില ആളുകൾക്ക് 2-3 കുട്ടികളെയൊക്കെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ ആളുകൾക്കൊക്കെ അത് വലിയൊരു പരിശീലനമായിരിക്കും. എനിക്കിപ്പോ ഇത്രയും വയസ്സായപ്പോ ഒരു കുട്ടി ഉണ്ടായി, ഞാൻ ആ കുട്ടിയെ നോക്കാൻ എനിക്ക് ചിലപ്പോൾ പറ്റാതെ വരുന്നു.
അവനോട് ഇഷ്ടപ്പെട്ടിട്ട് കളിക്കാൻ പറ്റാതെ വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ അസ്വസ്ഥതകളെ ഞാൻ മനസ്സിലാക്കി ഉടനെ ഞാൻ പോയി ഒരു 5 മിനിറ്റ് ഒന്ന് ഒരു ബ്രീത്തിങ് ഒക്കെ എടുത്ത് ഞാൻ അവനുമായിട്ട് കളിക്കാൻ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ വരാറുണ്ട് പലപ്പോഴും. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ പലപ്പോഴും ഇന്നൊരാൾ കഥ പറഞ്ഞു, നായ്ക്കൾ ഇങ്ങനെ കുറച്ചുകൊണ്ടിരുന്നപ്പോൾ ഇയാൾക്ക് വല്ലാതെ അസ്വസ്ഥതയായി. പക്ഷേ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ചതിന് ശേഷം വീണ്ടും ഇതേ അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നു. അപ്പം എനിക്ക് ശാന്തമായി ഇരുന്നു കൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിട്ടുകൊടുക്കാൻ, നായ്ക്കളാകുമ്പോൾ കുരയ്ക്കും, അവരതൊക്കെ പ്രതികരിക്കും എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതിനെ അതായിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കാൻ എനിക്കിന്ന് പറ്റി എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴാണ് ഒരു ആൺകുട്ടി പുരുഷനായി മാറുന്നത് അറിയോ? നമ്മൾക്കറിയോ? അയാളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും അതായിരിക്കുന്ന അവസ്ഥയിൽ അയാൾക്ക് സ്വീകരിക്കാനും, ഇതെല്ലാം താൽക്കാലികമായിട്ടുള്ള ഇത് എന്താ പറയാ അനിശ്ചിതത്വം നിലനിൽക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ എന്ന് അയാൾ പരിപൂർണമായിട്ട് അയാൾ സ്വീകരിക്കുന്ന ഒരവസ്ഥ അയാളിൽ വരുമ്പം ഒരു ആൺകുട്ടി ഒരു പുരുഷനായിട്ട് പരിണമിക്കും. അതെയാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? 60 വയസ്സ് കഴിഞ്ഞാലും അയാൾ ഒരു ആൺകുട്ടിയെ പോലെ പ്രതികരിക്കുന്ന ഒരവസ്ഥ അയാൾ അവശേഷിക്കുകയും ചെയ്യും. അപ്പൊ എപ്പോഴും ആൽക്കഹോളിക് അനോണിമസ് നമ്മളോട് പറയുന്നത്, നമ്മളുടെ ജീവിതത്തെ ആ രീതിയിൽ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ പലപ്പോഴും നിസാരമായ കാര്യങ്ങളിൽ ഉടക്കിക്കൊണ്ട് നമ്മളെ ജീവിതം പരിപൂർണമായിട്ടൊരു പളുങ്ക് പാത്രം നിലത്ത് വീണ് ഉടഞ്ഞു പോകുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. അപ്പൊ ഇത് ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്കൊരു ചിട്ടയായ ഒരു ജീവിത ശൈലി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. കാരണം എന്താ? നിസ്വാർത്ഥമായിട്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ നമുക്കിപ്പോ ഒരു എന്താ പറയാ ബെൻസ് കാർ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു BMW കാർ ഉണ്ടാവുകയോ, അല്ലെങ്കിൽ ഐഫോണിന്റെ ഒരു 16 Pro Max ഒരു മൊബൈൽ ഫോൺ ഉണ്ടാവുകയോ, അല്ലെങ്കിൽ നമ്മൾ KTMന്റെ ബൈക്കിൽ പോകും, ഇതൊക്കെയാണോ നമ്മളുടെ ഒരു മനുഷ്യനെ സോഷ്യലി നമ്മൾ സാമൂഹികമായിട്ട് നമ്മളെ ഉയർത്തുന്ന ഒരു ഘടകങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മളുടെ വിഡ്ഢിത്തം നിറഞ്ഞ ചിന്തകളായിട്ട് നമ്മൾ കാണണം. കാരണം നമ്മൾ അതൊന്നുമല്ല നമ്മളെ മനുഷ്യനാക്കി മാറ്റുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പൊ മെസ്സി കേരളത്തിലേക്ക് വരാൻ പോകുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ പത്രത്തിലൊക്കെ വായിച്ചു. നമ്മൾ പലപ്പോഴും ഫുട്ബോൾ മാച്ചുകളൊക്കെ കാണുമ്പോൾ അർജന്റീന ടീം പലപ്പോഴും ഇങ്ങനെ തള്ളി മറിഞ്ഞ് ഇങ്ങനെ തിളച്ചു നിൽക്കും. അവര് ആ ഒരു അവരെ പവലിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. എന്തുകൊണ്ടാണ് അവർ കാത്തിരിക്കുന്നത്? അവർ മെസ്സി വന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ മാത്രമേ ആ ടീം അംഗങ്ങൾ അതിന്റെ ബാക്കിൽ ഇറങ്ങുകയുള്ളൂ. കാരണം അത് ആ മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പരിഗണനയും വിശ്വാസവുമാണ്. കാരണം ആ മനുഷ്യൻ കളിക്കുന്നത് ആ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ? ആ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രഖ്യാപനമാണത്. അപ്പൊ അതുപോലെ ഓരോ മനുഷ്യനും ഇപ്പം എത്ര പേര് വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത എത്ര എത്ര മഹാത്മാക്കൾ നമ്മുടെ ലോകത്തിലുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് രത്തൻ ടാറ്റ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി, ഇല്ലേ? ബോംബെയില് ഒരു വലിയൊരു ജനാവലി, എല്ലാവരും റോട്ടിൽ നിന്ന് കരയുന്ന ഒരു ചിത്രം, വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണാനിടയായി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ? എത്ര വലിയ വലിയ ആളുകൾ മരണപ്പെട്ടു, അവരെ എന്താ പറയാ ചിതയിലേക്ക് എടുത്തിട്ടുണ്ട്. ആരും തന്നെ കരഞ്ഞാലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ മനുഷ്യന് വേണ്ടി എത്രയോ പേര് രാവും പകലും കിടന്ന് ആ ബോംബെ നഗരം മുഴുവനും ഒരു ശോകമൂകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോയത് നമ്മൾ കണ്ടു. എന്തുകൊണ്ട്? ആ മനുഷ്യൻ ഒരിക്കലും അയാൾക്ക് വേണ്ടി ആയിരുന്നില്ല അയാൾ ജീവിതം മാറ്റിവെച്ചിരുന്നത്. അയാൾ ഈ ഒരു സമൂഹത്തിനും ഈ രാജ്യത്തിനും വേണ്ടിയിട്ടായിരുന്നു അയാളുടെ തൊഴിൽ നടത്തിയെന്നുള്ള. അപ്പൊ അങ്ങനെയുള്ള ചില മഹാത്മാക്കളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത്. ആൽക്കഹോളിക് അനോണിമസിൽ അത്ര കറതീർന്ന ഒരു ആത്മീയപരമായ ഒരു ജീവിത രീതി പടുത്തുയർത്താൻ നമുക്ക് സാധിക്കും. അത്രയൊന്നും വേണമെന്നില്ല. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനും നമുക്കൊന്ന് ആലോചിക്കാനൊക്കെ ഉള്ള ഒരു അവസരമായിട്ട് മാത്രം എടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ നമ്മളുടെ ചുറ്റുവട്ടത്തിൽ നമ്മളുടെ മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക്, അല്ലെങ്കിൽ ഇനിയൊരു ബുദ്ധനുണ്ടോ, ഒരു നാരായണ ഗുരുദേവനുണ്ടോ, അല്ലെങ്കിൽ ഒരു യേശുക്രിസ്തു ഉണ്ടോ, ഒരു മുഹമ്മദ് നബി ഉണ്ടോ എന്നൊന്നും നമ്മൾ ചിന്തിച്ച് നടക്കലല്ല. നമ്മളുടെ മുമ്പിൽ ഇപ്പൊ നമ്മളുടെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ച ഒരുപാട് മഹാത്മാക്കൾ നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അവര് പകർന്നു തന്ന, അവര് നമുക്ക് തെളിച്ച വെളിച്ചം എത്ര മഹത്തരമാണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ബിൽഡബ്ല്യുവിനെ നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ കാണാത്തതിനേക്കാൾ കൂടുതൽ അറിഞ്ഞ ഒരു മനുഷ്യനായിട്ട് നമ്മളുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്